ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ കെച്ചപ്പാണ്. എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉള്ളിൽ കുരുവൊന്നും പ്രശ്നമില്ല. മുഴുവനായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കുന്ന അതേ പാനിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂടണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് 3. വളരെ ചെറുതാണെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി വരെ ഇതിലേക്ക് ചേർക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അപ്പം നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ തക്കാളിയിലുള്ള വാട്ടർ കണ്ടൻറ്റും കൊണ്ട് ഇത് നന്നായി വെന്ത് കുഴഞ്ഞ് വരണം. നല്ലതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് മാഷ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഈ ഒരു തക്കാളി നല്ലപോലെ വെന്ത് വരണം. അതിനുവേണ്ടി മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് വെക്കുക. ആ ഒരു സമയം കൊണ്ട് തക്കാളി നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു പകുതി സമയത്ത് ഞാൻ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഊറി ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിനെ നന്നായി ഒന്ന് വെന്ത് കുഴയണം. ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഏകദേശം 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ബീട്രൂട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ സവാളയും നന്നായിട്ട് ഒന്ന് വെന്ത് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. തീ ഒന്ന് നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കുക കേട്ടോ. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഈ സമയത്ത് ഇടുന്നതിന് പകരമായിട്ട് ആദ്യം തന്നെ ഒരു മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ ഉണക്കമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളകാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ ചെറിയ തീയിൽ വെച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പൊടിയുടെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് അരയണം. തീരെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ ഇത് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ബീറ്റ്റൂട്ട് എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. അതുപോലെ സവാളയും വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചു കൂടി എടുക്കണം. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലത്തെ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു സോസ് കിട്ടുള്ളൂ. അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ തക്കാളിയുടെ കുരുവിൻ്റെ ചെറിയൊരു കട്ടകളൊക്കെ ഇതിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ അരിപ്പയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വലിയ അരിപ്പയാണെങ്കിൽ ആ ഉള്ള കട്ടകളൊക്കെ ആ ഒരു സോസിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ചെറിയ അരിപ്പ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കറക്കി കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് ടെക്സ്ചറിൽ അതുപോലെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലാണ് ഈ ഒരു സോസ് കിട്ടുക. ഈ ഒരു അളവിൽ തന്നെ കണ്ടൻസ് എടുത്താൽ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം ഒരു മാസത്തോളമൊക്കെ ഇത് കറക്റ്റായിട്ട് ഇരിക്കും. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് 1 മാസത്തിന് മേളിലൊന്നും ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കുപ്പിയിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചാൽ മാത്രമാണ് കുറച്ച് നാൾ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അതുപോലെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അളവുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.